എൻ്റെ മക്കളുടെ സ്കൂളൊക്കെ അടച്ചു. ഒരുവിധം എല്ലാ സ്കൂളുകളിലും സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. സോ സമ്മർ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വേഗം വരുന്ന ഒരാളാണ്, എൻ്റെ മനസ്സിലേക്ക് കേട്ടോ. മേ ബി കുറേ ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ഒരാളാണ് മാങ്ങ. ഓക്കെ, ഈ കാലഘട്ടത്തിലാണ് അല്ലെ ഈ ഒരു പീരീഡിലാണ് നമുക്ക് മാങ്ങ കണ്ടമാനം കിട്ടുക. പച്ചമാങ്ങ ഉപ്പും മുളകും എണ്ണയൊക്കെ ഇട്ട് കഴിക്കുന്നത്, അതുപോലെ പഴുത്ത മാങ്ങ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് മാങ്ങയാണ്. മാങ്ങയെന്ന് പറയുമ്പോൾ തന്നെ നല്ല നാടൻ മാങ്ങയെ പറ്റിയിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതാ നമ്മുടെ കഥാനായകൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഹസ്ബൻഡ് തറവാടാണ്. ഇവിടെ അടുത്തടുത്തായിട്ട് 2 മാവുണ്ട്. അതിൽ നാടൻ മാങ്ങ, നമ്മുടെ ഇന്നത്തെ ഹീറോ ഇതാ കണ്ടില്ലേ, കൊലകൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പച്ചയാണ്. പഴുത്തത് കാറ്റടിക്കുമ്പോൾ വീഴാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മാങ്ങയൊക്കെ പെറുക്കുന്നതൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാനും എൻ്റെ അമ്മായച്ചനും അമ്മായിമ്മയും ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് അച്ഛനും അമ്മയും ഞാനും ഹസ്ബൻഡും ഒക്കെ കൂടെ വന്നിന്ന് ഒരു മാങ്ങ പെറുക്കൽ കഴിഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ഇപ്പം ഇവിടെ തൽക്കാലം പെറുക്കാൻ മാങ്ങയൊന്നുമില്ല. ഞാൻ പെറുക്കി വെച്ച മാങ്ങ കാണിക്കാം കേട്ടോ, വെറുതെ പറയല്ല. ഞാൻ നാടൻ മാങ്ങ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് ഉന്തുവണ്ടിയിൽ ഉരുട്ടിക്കൊണ്ട് പോകുന്നതൊക്കെ ഞാൻ വാങ്ങിയിട്ടും, ഇവിടെ പാളയം മാർക്കറ്റുണ്ട് ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന, അവിടെ പോയിട്ട് വാങ്ങിയിട്ടും കഴിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് താഴെ വീണ് കഴിക്കുന്ന മാങ്ങേൻ്റെ ടേസ്റ്റ് ഇതുവരെ എനിക്ക് ഈ മാങ്ങകൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ വാങ്ങുന്ന മാങ്ങയ്ക്ക് അതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഇല്ല. പിന്നെയെന്ന് പറയുന്നത്, എനിക്ക് ഈ മാങ്ങയായിട്ട് ബന്ധപ്പെട്ട് കുറേ അടിപൊളി മെമ്മറീസ് ഉണ്ട്. ഞാൻ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും വർക്കിംഗ് ആണ്. അമ്മ അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ വല്യമ്മമാരുടെ വീട്ടിലോ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലോ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ ഒരു ചേച്ചി വെളിയത്തുള്ള പുള്ളിക്കാരുടെ വീട്ടിൽ ഇങ്ങനെ വലിയ തൊടിയാണ്. ആ തൊടിയിൽ അറ്റത്തൊരു വലിയ, ഈ മാവ് പോലൊന്നും അല്ല കേട്ടോ, ഭയങ്കര വലിയൊരു മാവ്, നല്ല ഹൈറ്റിലൊരു മാവുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ വീഴും. അയൽപ്പക്കത്തെ കുട്ടികൾ, ഞാൻ, പിന്നെ വല്യമ്മയുടെ മോള് എൻ്റെ സീത ചേച്ചി, ഞങ്ങളൊക്കെ കൂടെ ഓടിപ്പോയി പെറുക്കും. വന്നിട്ട് അവിടെ തന്നെ ഇരുന്ന്, ചിലപ്പോൾ കഴുകാറൊന്നും ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞങ്ങളിങ്ങനെ കഴിക്കും. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ, ഞാൻ +2 പഠിക്കുമ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴ ഒരു പ്ലാക്കുടി ഇല്ലത്തിൻ്റെ അടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ എൻ്റെ അനിയനും ഞാനും കൂടെ മഴയത്ത് പോയി പെറുക്കിയിട്ടുണ്ട് കേട്ടോ. സമ്മറിൽ മഴ പെയ്തതാണോ മഴക്കാലത്ത് മാങ്ങ ഉണ്ടായതാണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ നല്ല മഴ